ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെറിയൊരു കുക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ടാണ് വന്നിട്ട് വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ വീട്ടിലെ ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ കഴിക്കുന്ന തക്കാളി ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. പലർക്കും അറിയായിരിക്കും, എന്നാലും എൻ്റെ ഒരു റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ പിന്നെ രാവിലെ എഴുന്നേറ്റപ്പം ദോശയും തക്കാളി ചട്നിയും കഴിച്ചാലോ എന്നൊരു ആഗ്രഹം ഉണ്ടായി. സോ അപ്പം ഞാൻ ആ റെസിപ്പി നിങ്ങളെ കൂടി കാണിക്കാൻ ചോദിച്ചിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് കോഴ്സ് തക്കാളി, 2 തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു ചെറിയ സബോളയും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നു. ഇത്ര ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല, പക്ഷേ ഞാൻ ചോപ്പറിലിട്ട് ചുമ്മാ ഒന്ന് പെട്ടെന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് വേണ്ടത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിയാണ് കേട്ടോ. ഞാനൊരു 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 2 പച്ചമുളക്. എൻ്റെ പച്ചമുളക് ചുമന്ന കളറായി പോയി. സോ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കുക. പിന്നെ നമുക്ക് കായംപൊടി വേണം, അതുപോലെ തന്നെ കശ്മീരി ചില്ലി പൗഡർ. പിന്നെ നമ്മുടെ കടുക്, അതുപോലെ തന്നെ താളിക്കാനുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മുടെ കറിവേപ്പില, പാക്കമുളക്, അത്രയൊക്കെ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. സോ ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. എന്നിട്ട് കാണിച്ചാൽ ഞാൻ കുക്ക് ചെയ്യാനുള്ള പാത്രം അടുത്ത് വെച്ചിട്ടുണ്ട്. സോ അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം കേട്ടോ. നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. സോ നമുക്ക് ഓയിൽ ഒഴിക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ ആ ഒരു കണക്കിന് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചേക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളക് ഇതാണിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓയിൽ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 10 സെക്കൻഡ് സോട്ട് ചെയ്യാം കേട്ടോ. സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ തക്കാളി, സബോള ഇത് രണ്ടും ഇട്ട് കൊടുക്കും. തക്കാളി സബോള നമ്മൾ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സബോള ആദ്യം ഇട്ടിട്ട് നമ്മൾ വഴണ്ട് വരുമ്പോൾ തക്കാളി ഇട്ടിട്ട് നമ്മൾ രണ്ടും ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വഴണ്ട് വരട്ടെ. വഴണ്ട് വന്നതിന് ശേഷമാണ് നമുക്ക് എന്താ പറയുക, മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കായംപൊടിയും ചേർക്കാനുണ്ട്. അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് വഴണ്ട് വരാനൊരു സമയം കൊടുക്കാം. സോ നമ്മുടെ തക്കാളിയും സവോളയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവർ കരുവായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ കുറച്ച് വെച്ചിട്ട് നമ്മുടെ കായപ്പൊടിയാണ് അതിട്ട് കൊടുക്കേണ്ടത്. ഇത് കുറച്ച് മതി കേട്ടോ, വളരെ കുറച്ച് മതി. കായപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മുളക് പൊടി, അത് നമ്മുടെ എരിവിനാവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. ഈ മുളക് പൊടിയുടെ ആ ഒരു എന്താ പറയുക, പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴറ്റും. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് മാറ്റി വെക്കണം, ഒന്ന് ഇച്ചിരി ഒന്ന് തണുക്കാനായിട്ട്. തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഓക്കെ, അപ്പം ഞാനിത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് തീ നിർത്തിയിട്ട് ഞാനിത് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ബാക്കി പരിപാടി. അപ്പോൾ നമ്മൾ വഴറ്റി വെച്ച സബോളയും തക്കാളിയെല്ലാം മിക്സിയിൽ ചെറിയ ജാറിലിട്ട് അടിച്ച് താളിച്ചും കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ പോലെ നമ്മൾ കടുകും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ എടുത്തിട്ട് താളിച്ചു. അപ്പോൾ നമ്മുടെ ചമ്മന്തി അവസാന സ്റ്റേജിൽ തിരികെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ തക്കാളി ചട്നിയുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം ഈ ഇൻഗ്രീഡിയൻസിൽ എമൗണ്ടിൽ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പ്രത്യേകിച്ച് പുതുതായിട്ട് കുക്കിംഗ് ഒക്കെ പഠിക്കുന്നവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവം കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് സ്റ്റാറാൻ പറ്റിയ സംഭവമാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ